നമ്മൾ ആർക്കും ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസോ ഒന്നുമില്ല. നമ്മളെല്ലാം സാധാരണ വീട്ടിൽ നിന്ന്. ഐ എം ഓൾസോ ടോപ്പ് റാങ്കർ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കയറി. ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡ് ആയതുകൊണ്ടാണ് ഞാൻ മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനും ആ സമയത്ത് കയറിപ്പോയാൽ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കയറി, എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പം കയറിക്കൊണ്ടിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡൗട്ട് ഇല്ല. ഇപ്പോൾ PSC എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഗ്ലാമർ ഒന്നും PSCക്ക് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനുള്ളിൽ നിൽക്കുന്നവർക്കറിയാം ഇപ്പോഴും ഗ്ലാമറിന് ഒരു കുറവും വന്നിട്ടില്ല എന്ന്. പക്ഷേ ഈ PSC എന്ന് പറയുന്ന എല്ലാവരും പറയുന്ന ചുമ്മയാ, ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്നു, അതിൽ ഇത്ര നാളത്തേക്ക് ലിസ്റ്റ് വരുന്നു, അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി കൂടാൻ ഭയങ്കര പാടാണെന്ന്. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് അമേസിൽ വന്ന് പഠിച്ച ആളുകൾ ഒരുപാട് പേര്, നിങ്ങളുടെ അലുമിനൈസ് ഒക്കെ ആക്ച്വലി ഈ PSCയിൽ ജോലി കിട്ടിപ്പോയവരാണ്. അപ്പോൾ അതെന്ത് മാജിക്കാണ് അവിടെ ചെയ്യുന്നത്? ഓൾറെഡി നമ്മൾ 3 വർഷം ഇതിനു വേണ്ടി പഠിക്കുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ ഒരു റീത്തോട്ട് വരാൻ പാടില്ല. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, ലൈഫിൽ ഏത് സ്റ്റേജിൽ ഒരു ഡിസിഷൻ എടുത്താൽ അതിൽ നിന്നോണം. എന്നാൽ നിങ്ങളുടെ ഡ്രീം ഒരു ഗവൺമെന്റ് ജോബ് ആണെങ്കിൽ, രണ്ടും ഡ്രീം ആണല്ലേ, ഓക്കെ, എഞ്ചിനീയർ ആവണം പ്ലസ് എല്ലാവർക്കും ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ. താങ്കളുടെ അടുത്ത് വന്ന് പഠിച്ചിട്ട് പോയ 10,000-കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ആളുകളിലൊക്കെ കോമൺ ആയിട്ട് കണ്ടൊരു ട്രേറ്റ് എന്താണ്? കൺസിസ്റ്റൻസി. കാരണം ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ, നമ്മുടെ യങ് ഏജിലാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിനകത്ത് അയ്യോ എനിക്ക് ഞാൻ വേറൊരു ജോലിക്ക് പോയാൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെ ഒരു ഫീൽ വരും. ആ ജോബ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി വിട്ടിട്ടാണ് പഠിക്കാൻ നിൽക്കുന്നത്. ഈ PSCയുടെ സ്പാൻ എന്ന് പറഞ്ഞാൽ 3 years ആണ്. അപ്പോൾ 3 yearsൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 2000 to 3000 വേക്കൻസീസ് ആണ് പൊതുവെ സിവിൽ ഫീൽഡിൽ തന്നെ ഉണ്ട്. എന്തുകൊണ്ട് സിവിൽ എഞ്ചിനീയർ അക്കാഡമി. അപ്പോൾ അതിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗവൺമെൻറ് ജോബാണ് വേണ്ടത്. എഞ്ചിനീയറിംഗിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് സിവിൽ എഞ്ചിനീയറിംഗ്. എൻജിനീയറിങ്ങിന് പോകുന്ന സമയം അത് പലപ്പോഴും ഒരു 12th കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോഴാണ് പിള്ളേർ ഏത് എൻജിനീയറിങ്, അതിൻ്റെ ബ്രാഞ്ച് എന്ത് എന്നൊക്കെ ചിന്തിക്കുക. പണ്ടുണ്ടായിരുന്നു നമ്മൾ കിട്ടണ വെച്ച് എടുത്ത് പോവുക. ഇപ്പോൾ പക്ഷേ ആളുകൾ ചൂസ് ചെയ്ത് പഠിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ പണ്ട് രാജകീയമായി വാണിരുന്ന സിവിൽ എൻജിനീയറിങ് ഇപ്പോൾ പക്ഷേ കുറച്ച് താഴോട്ട് വന്നോ എന്നൊരു സംശയം പലരുടെ ഇടയിലും ഉണ്ട്. എന്നാൽ സിവിൽ എഞ്ചിനീയറിംഗ് ഇപ്പോഴെങ്ങനെയാണ്, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അത് വെച്ച് എന്തൊക്കെ ജോലികൾ കിട്ടും, അതിൽ എത്രത്തോളം ഉയരാം എന്നൊക്കെ പറയാനായിട്ട് അമേസ് അക്കാഡമി ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ചീഫ് എഡ്യൂക്കേറ്റർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അനൂപ് രാജാണ് എൻ്റെ കൂടെ ഉള്ളത്. അനൂപ്, വെൽക്കം. താങ്ക് യു. അനൂപ്, ഞാനിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞു. അതിൽ ഒരെണ്ണമാണ് ഏത് ബ്രാഞ്ച് ചൂസ് ചെയ്യണം എന്നുള്ളത് പറയുമ്പോഴത്തൊരു കാര്യം. അപ്പോൾ എൻ്റെ അപ്പൻ്റെ പെങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്ത്, എൻ്റെ കസിൻ ചേച്ചിയും സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തു. എന്നെക്കാളും പ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ പിന്നീട് എൻ്റെയൊക്കെ ഒരു ടൈം വന്നപ്പോഴത്തേക്കും എൻ്റെ ബ്രദറിൻ്റെയൊക്കെ സമയമായപ്പോഴത്തേനും പറഞ്ഞു സിവിൽ എഞ്ചിനീയറിംഗിന് ഇനി വിലയൊന്നുമില്ല, അതിന് സ്കോപ്പില്ല, ഏറ്റവും പൈസ കുറവ് അതാണ്, അപ്പം നമുക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മതി. പിന്നീട് അങ്ങോട്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൻ്റെ ട്രെൻഡായി. അപ്പം എൻ്റെ സംശയം ഇതാണ്, സിവിൽ എഞ്ചിനീയറിംഗ് ഒരു ഡെഡ് ഫീൽഡാണോ? ഈ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇതൊക്കെ കോർ ഫീൽഡുകളാണ്. അപ്പം ഇതെന്തുകൊണ്ട് ഇപ്പം ഡിമാൻഡ് കുറഞ്ഞു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എസ്പെഷ്യലി KTയുടെ ഒക്കെ ഒരു അനാലിസിസിൽ നമുക്കൊരു ബേസിക്കലി 40% സീറ്റ്സ് പല കോളേജിലും ഇപ്പോൾ MT ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ അതിന് ഒരു റീസണുണ്ട്. അപ്പം അത് മേ ബി 2 പറയാം. അതായത് ഇപ്പം പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ചേച്ചി, അപ്പോൾ ആ ഒരു കാലയളവ് നോക്കുമ്പോഴത്തേനും ഒരു 2000 to 2010-12 എന്നൊക്കെ പറഞ്ഞാൽ ഒരു എൻജിനീയറിംഗ് ബൂം തന്നെ ഉണ്ടായിരുന്നു ഇവിടെ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പോൾ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് അവിടുത്തെ ഈ ഡിമാൻഡ് വാസ് എ സപ്ലൈ എന്ന് പറയുന്ന ബേസിക് ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ സപ്ലൈ ഭയങ്കരമായിട്ട്, അതായത് സപ്ലൈ ഇൻ ദ സെൻസ് നമ്മുടെ പിള്ളേരുടെ സപ്ലൈ ഭയങ്കരമായിട്ട് കൂടി. അതായത് നമ്മുടെ ഇവിടുത്തെ ജോബ്സിനെക്കാട്ടിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് കൂടി. പഠിച്ചിറങ്ങുവാണ്. അന്നത്തെ ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് കോളേജുകൾ, ഒത്തിരി കോളേജിലും ചെയിൻ ഓഫ് കോളേജസ് ഉണ്ടായിരുന്നു. അപ്പോൾ വാട്ട് ഹാപ്പൻ, അപ്പോൾ 2012 പോസ്റ്റ് ആ ടൈമിലൊക്കെ ഇവരെല്ലാം പാസ് ഔട്ടായി. പാസ് ഔട്ട് ആയപ്പോഴത്തേനും ഇപ്പം എൻ്റെ ബാച്ച് എന്ന് പറഞ്ഞാൽ 2012-16 ആ ബാച്ചും പാസ് ഔട്ടായി. അറിയാലോ, 18-20 ആയപ്പോഴത്തേനും കോവിഡായി. അപ്പോൾ പ്രീ കോവിഡിലാണ് GST റിഫോംസ്, അതുപോലെ നമ്മുടെ കറൻസി നോട്ടുകൾ ബാൻ ചെയ്യുന്നു. ഇതെല്ലാം ആക്ച്വലി ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രീനെ ഭയങ്കരമായിട്ട് ബാധിച്ചു. വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് നമ്മുടെ ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആ ഒരു ഇൻഡസ്ട്രീനെ ഇത് ഭയങ്കരമായിട്ട്, അപ്പോൾ ഡിമാൻഡ് ഭയങ്കരമായിട്ട് താഴുകയും എന്നാൽ ആ സമയത്ത് ഈ ബൂമിൻ്റെ റിസൾട്ടായിട്ട് വന്ന സപ്ലൈ ഭയങ്കരമായിട്ട്, അപ്പോൾ ഇത് ആ ടൈമിലാണ് ഏറ്റവും വേഴ്സ്റ്റ് സിനാരിയോ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ 2020 പോസ്റ്റ് കോവിഡിൽ ഇതിൻ്റെ ഭയങ്കരമായിട്ട് ആർക്കും വേണ്ടാത്ത ഒരു അവസ്ഥ വന്നത്. അപ്പോൾ നമ്മളത് +1 +2 കഴിഞ്ഞിട്ട് എന്ത് വേണം എന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഒബ്വിയസ്ലി വേണ്ട. കാരണം അവരുടെയൊക്കെ സീനിയേഴ്സായ നമ്മുടെ ആ ബാച്ചിലെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ ഒരു പേടി. ഇപ്പം മെക്ക് സിവിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു റോയൽ, ഇപ്പം ആദ്യമേ പറഞ്ഞില്ലായിരുന്നു, ഒരു റോയൽ മെക്ക്, പിന്നെ എവർഗ്രീൻ സിവിൽ. അപ്പം
ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്കൊരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് സിവിൽ ഇല്ലാതെ പറ്റത്തില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ റിസൾട്ട്, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു കഥ, ഒരു ഹിസ്റ്ററിയാണ് ഇതിൻ്റെ ഒരു ബേസിസ് എന്ന് പറഞ്ഞാൽ. അപ്പം സിവിൽ ഡെഡ് ആണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കോർ സബ്ജക്റ്റ് ഡെഡ്? ഒരിക്കലും അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് എവർഗ്രീനാണ്, ആ പേര് തന്നെ, അല്ലെങ്കിൽ റോയൽ എന്നൊക്കെ പറയുന്ന പോലെ. ഉള്ളി തിങ് ഇത് ആരെടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പാഷൻ അല്ലേ, നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഒരു ഏത് ഫീൽഡാണെങ്കിലും പാഷൻ വേണം. അപ്പോൾ ഈ എന്താ പറ്റിയെന്ന് വെച്ചാൽ 2005 മുതൽ 2015 വരെ അന്നത്തെ ആ ഒരു ഭൂമിയിൽ എല്ലാവരും കയറി ഇതെടുത്തു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ എന്നോട് പറഞ്ഞില്ലേ CS-ൻ്റെ കാര്യം, കമ്പ്യൂട്ടർ സയൻസ്, ഇനിയിപ്പോൾ ഇതിനും അത് റിസൾട്ട് വരും. കാരണം ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യം, സൈറ്റ് എഞ്ചിനീയറിന് 8,000 രൂപ ശമ്പളം വരുന്നത് അല്ലേ. ഭയങ്കര എന്തോന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെയിലത്ത് നിന്നിട്ട് 8,000 റുപ്പീസ് പെർ മന്ത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒന്നുമില്ല. അതിനെക്കാട്ടി നല്ലത് കിളയ്ക്കാൻ പോയാൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആസ് എ ടീച്ചർ ഞാനത് പറയുമ്പോൾ അത് ഭയങ്കര സങ്കടത്തോടെയാണ് പറയുന്നത്, നമ്മുടെ കുട്ടികൾക്ക് ആ അവസ്ഥ. അപ്പം അതിനെ എങ്ങനെ മറികടക്കാം? എന്നാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ ആ ഫീൽഡ് തിരഞ്ഞെടുക്കുന്നതെന്ന് നമുക്ക് അങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഈ എടുക്കുന്ന സ്റ്റുഡൻറ്റ് അത് എന്താണ് അല്ലേ, എന്ത് പോസിബിലിറ്റീസ് എന്താണ്, അയാൾക്കത് ഇഷ്ടമാണോ? ഇപ്പം ഇടയ്ക്ക് പല കോളേജിലും ഈ പറയാറുണ്ട്, ഈ കമ്പ്യൂട്ടർ സയൻസിന് ജോലി കിട്ടാൻ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അവർ കമ്പ്യൂട്ടർ സയൻസ് തന്നെ എടുക്കണമെന്നില്ല, അവർ ഏത് ബ്രാഞ്ച് ആണെങ്കിലും പ്ലേസ്മെന്റ് കിട്ടുന്നത് IT കമ്പനി. അപ്പോൾ ഇത് പറയാം, എന്തായാലും നമുക്ക് IT കമ്പനിയിലാണല്ലോ ജോലി കിട്ടുന്നത്. അതുകൊണ്ട് ഇവർ പലരും ഈ സിവിലും മെക്കും, അല്ലാതെ സിവിലും മെക്കലും ജോലി കിട്ടാനല്ല. അപ്പം തന്നെ ക്വാളിറ്റി ഓഫ് ആ പഠനം ഭയങ്കര. അപ്പം ഒരു പേരിനാ ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാനായി ഇവർ കയറുന്നത് കോളേജിന്, അല്ലാതെ ഇതിനകത്ത് സിവിൽ പഠിച്ച് ഒരു സിവിൽ എഞ്ചിനീയർ ആവണം എന്നുള്ളതല്ല അവിടുത്തെ പെർസ്പെക്റ്റീവ്. രണ്ട്, ഇത് ഭയങ്കരമായിട്ട് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കി പഠിച്ചൊരാൾക്ക്, ഇപ്പം എനിക്കും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യമല്ല എനിക്ക് പറയാൻ പറ്റും, എൻ്റെ സ്റ്റുഡൻസിൻ്റെ കാര്യം. സത്യം പറഞ്ഞാൽ സിവിൽ എത്രത്തോളം നല്ലപോലെ മനസ്സിലാക്കിയ അത് അപ്ലൈ ചെയ്ത് ആരും തന്നെ അങ്ങനെ പോയിട്ടുമില്ല. വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ ചുറ്റും. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും വളരെ ഹൈലി ക്വാളിഫൈഡ് ആൻഡ് സൊസൈറ്റിയിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലയിൽ നിൽക്കുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ ഉള്ള സിവിൽ എഞ്ചിനീയേഴ്സ്. അപ്പോൾ അതിനർത്ഥം, എന്നാൽ ഈ പറഞ്ഞ പോലെ റൂട്ട് മാറിപ്പോയ ഒരുപാട് പേരുണ്ട്, ഇതിൽ നിന്ന് രക്ഷപ്പെടാതെ വേറെ ഏതെങ്കിലും ഫീൽഡിലോട്ട് മാറി പോയിട്ടുള്ളവരും. അപ്പം അതാ പറയുന്നത്, ഇത് ബേസിക്കലി ആ ആൾ, ഈ എടുക്കുന്ന ഈ സ്റ്റുഡൻറ്റ്, ആ തീരുമാനിക്കുന്ന ആൾ, അയാൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാളൊരു വിഷൻ ഉണ്ടല്ലോ, അത് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ ഫ്യൂച്ചറുള്ളൂ. അപ്പോൾ എൻജിനീയറിങ് ആസ് എ ഫീൽഡ് ഭയങ്കര ഫ്യൂച്ചറാണ് ഭാവിയിൽ, പക്ഷേ എന്നാലും വി കനോട്ട് ഗ്യാരണ്ടി. അപ്പോൾ അതെന്താ, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത് ആരെടുക്കുന്നു എന്നുള്ളതിനെയാണ്. ഇപ്പോൾ അമേസ് അക്കാഡമി ഫോർ സിവിൽ എഞ്ചിനീയറിംഗ്, ഓക്കെ, സിവിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാനായിട്ട് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ടല്ലോ. അപ്പോൾ അമേസ് അക്കാഡമി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? അതുപോലെ താങ്കൾ ടീച്ചറാണെന്ന് പറഞ്ഞു. അപ്പം ഒരു ടീച്ചർ എങ്ങനെയാണ് ഒരു അക്കാഡമി, അത് എന്താണത്, നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം എങ്ങനെയാണ്? അത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2020 ഈ കോവിഡ് ടൈമിലാണ്, അതായത് ഞാൻ MTech ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് കോവിഡ് വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ചു വന്നു, കോവിഡായി, ഒന്നും ചെയ്യാൻ, ലോക്ക്ഡൗൺ ആയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് തീസിസിന് ഡേറ്റ വേണം, ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഡേറ്റ പോലും എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നമ്മളെല്ലാവരും നാട്ടിൽ വന്നത്. അപ്പം ഞാൻ NIT വരെങ്കിലാണ് MTech ചെയ്തുകൊണ്ടിരുന്നത്. ലോക്ക്ഡൗണിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇതുപോലെ നമ്മൾ ഈ എക്സാംസിന് ഈ സിവിൽ എന്തുകൊണ്ട് ചോദിച്ചല്ലോ, എന്തുകൊണ്ട് സിവിൽ എഞ്ചിനീയർ അക്കാഡമി, അപ്പോൾ അതിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗവൺമെൻറ് ജോബാണ് വേണ്ടെങ്കിൽ എഞ്ചിനീയറിംഗിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് സിവിൽ എഞ്ചിനീയറിങ്ങിനാണ്. ബേസിക്കലി എൻ്റെ പേരൻസ് പറഞ്ഞിട്ടാണ് സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുന്നത്. എൻ്റെ കാര്യമാണ് പറയുന്നത്. ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്ന ഡ്രീം ആയിരുന്നു. ഗവൺമെൻറ് ജോബ് കിട്ടാനായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് എടുത്താൽ മതിയോ? ഇപ്പം നമുക്ക് എഞ്ചിനീയറിംഗ് ഫിക്സ് ചെയ്യുന്നു വിചാരിക്കുക, എന്നാൽ നിങ്ങളുടെ ഡ്രീം ഒരു ഗവൺമെൻറ് ജോബ് ആണെങ്കിൽ, അത് രണ്ടും ഡ്രീം കാണുമല്ലേ, ഓക്കെ, എഞ്ചിനീയർ ആവണം പ്ലസ് എല്ലാവർക്കും ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമുള്ള. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഏറ്റവും കൂടുതൽ വേക്കൻസി, അതായത് നമ്മുടെ ചുറ്റും നോക്കിയാൽ മതി, LSTD ഡിപ്പാർട്ട്മെൻറ്റ്, കേരള വാട്ടർ അതോറിറ്റി, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, KSEB, നമ്മുടെ ചുറ്റുമുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, PWD ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടെ എല്ലാം സിവിൽ എഞ്ചിനീയേഴ്സാണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയേഴ്സ്, ഓവർസിയർ തസ്തികളുണ്ടല്ലോ ഇവിടെ എല്ലാം. അത് നമുക്ക് മേ ബി അത് ഒരു +1 +2 സ്റ്റുഡൻറ്റിന് ചിലപ്പോൾ അറിയത്തില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് തന്നെ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 3 വർഷം, ഈ PSCയുടെ സ്പാൻ എന്ന് പറഞ്ഞാൽ 3 years ആണ്. അപ്പം 3 years നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 2000 to 3000 വേക്കൻസീസ് ആണ് പൊതുവെ സിവിൽ ഫീൽഡിൽ തന്നെ ഉള്ളത്. ബാക്കിയുള്ള ഫീൽഡിലുണ്ട് കേട്ടോ, മെക്കാനിക്കലുണ്ട്, ഇലക്ട്രിക്കലുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു
പകുതി പോലും ഇല്ല. അതായത് സിവിൽ എഞ്ചിനീയറിംഗിനാണ് അവിടെ സ്കോപ്പ് കൂടുതൽ ഒരു ഗവൺമെൻറ് ജോബാണ്. ഇപ്പം നാട്ടിൽ തന്നെ നമുക്കൊരു എയ്ഡ് ബേസിക് പേ എന്ന് പറഞ്ഞ ഒരു 50,000 ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ വേറെ എവിടെയും പോകണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ നല്ല റെസ്പെക്റ്റ് ഉള്ള ഒരു ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതായിരുന്നു അന്നത്തെ എൻ്റെ ഡ്രീം. ഈ പറഞ്ഞ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇതിനു വേണ്ടി പഠിക്കുക, ഈ PSC എക്സാംസിന് വേണ്ടി പഠിക്കുക. അപ്പോൾ ലോക്ക്ഡൗൺ ആയി, അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ എൻ്റെ ഗ്രാൻഡ് പാരൻസ് ടീച്ചേഴ്സാണ്. അപ്പോൾ എൻ്റെ പണ്ടത്തെ എനിക്കൊരു ആഗ്രഹം ഈ പറഞ്ഞ പോലെ എപ്പോഴോ ടീച്ചർ ആവണം എന്നുള്ളത് പണ്ടത്തെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ IES കോച്ച് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിന് ഡൽഹി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നല്ല ടീച്ചേഴ്സാണ്, നല്ല അടിപൊളി ക്ലാസ് ടീച്ചേഴ്സാണ്. ഇവർ ഹിന്ദിയിലാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 80,000 90,000 ആണ് ട്യൂഷൻ ഫീസ്. അന്നത്തെ കാര്യം പറയുന്നത് 2017-18 അത്രയും പൈസ മുടക്കിയിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇവർ ഹിന്ദിയിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ പിന്നെ ഇച്ചിരി ഹിന്ദി സിനിമകളെ കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം. പാവം എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട്, അവന് പ്യുവർ മലയാളം, അവന് ഹിന്ദി പറ്റത്തില്ല. നമ്മളത് പോയി അവരോട് പറഞ്ഞാലും അവരാദ്യം കുറച്ച് ഇംഗ്ലീഷിൽ പറയും. പക്ഷേ ഈ ക്ലാസ്സിൽ ഒരു 100 പിള്ളേരൊക്കെ ഇരിക്കുന്നത്, ജാം പാക്ഡാണ്. പല സംസ്ഥാനത്ത് എന്നാൽ കൂടുതലും ഹിന്ദി സ്പീക്കിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിൽ നിന്നാണ് പിള്ളേർ വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദേ വിൽ ഇൻഫ്ലുവൻസ് ദ ടീച്ചേഴ്സ് ആൻഡ് ദേ വിൽ സ്റ്റാർട്ട് ടോക്കിംഗ് ഇൻ ഹിന്ദി. അതായത് പ്യുവർ എഞ്ചിനീയറിംഗ് ലാംഗ്വേജാണ്. എഞ്ചിനീയറിംഗ് നമ്മൾ ഈ കൺസെപ്റ്റ് പഠിക്കാനുള്ള സിനിമയിലെ അല്ല. അതല്ല, ഈ മറ്റേ എഞ്ചിനീയറിംഗ് നമ്മൾ ഇപ്പം എന്താ പറയുക, ഈ മാത്സ് പോലും അവരെ ഹിന്ദി ടേംസ് ഉണ്ട്, ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ അന്ന് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറയടാ, എനിക്ക് ഓൾറെഡി പണ്ട് പഠിപ്പിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, നമ്മുടെ ആ ഗ്രാൻഡ് പാരൻസിൻ്റെ കഥയൊക്കെ കേട്ടും. അപ്പം ഞാൻ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴെങ്കിലും അത് ഇങ്ങനൊന്നും ഇതൊക്കെ ഡ്രീമാണ്. ഞാൻ പറഞ്ഞടാ, എന്തെങ്കിലും ഒരു നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ നമുക്ക് ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നാട്ടിൽ കൊണ്ടുവരണം. ഈ ഞാൻ പോയ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് അക്കാഡമി ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ സിവിൽ എഞ്ചിനീയേഴ്സ് പണ്ട് തൊട്ടേ ഭയങ്കര ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ദൈവം സഹായിച്ചാൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ നമുക്ക് നാട്ടിൽ നമ്മുടെ ലാംഗ്വേജിൽ ഇതുപോലെ ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ഇംഗ്ലീഷ് പ്ലസ് മലയാളം എന്നുള്ളത് നമ്മുടെ പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എടുക്കാൻ പറ്റണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അത് എന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, അത് കുറേ നാൾ കഴിഞ്ഞിട്ട് അത് റിയാലിറ്റി ആയെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ 2020 ലോക്ക്ഡൗണിൽ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളൊരു ഡിസിഷൻ എടുത്ത് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. ഒരു ചാനലാണ്, പക്ഷേ ആ ചാനലിൽ അമേസ് അക്കാഡമി എന്നാ പേരിട്ട്. നമ്മൾ സാധാരണ ചാനൽസിന് അങ്ങനെ അക്കാഡമി എന്ന് പേരിടേണ്ട ആവശ്യമില്ല. അപ്പോൾ അന്ന് കണ്ട എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ ആ സ്വപ്നം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ചാനലിന് അങ്ങനെ ഒരു പേരിടാം, സിവിൽ എന്തെങ്കിലും അങ്ങനെ ഒരു പേരിട്ടാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് അമേസ് എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് വാക്കാണ്, അക്കാഡമി വേണം. അത് അപ്പോഴും ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടല്ല, ഞങ്ങളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുവാണ്, PSC എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നാൽ ആ മനസ്സിൽ തോന്നിയതാണ് ഇട്ടത്. ചാനലിൻ്റെ പേര് അമേസ് അക്കാഡമി ഫോർ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ചാനലിട്ടു. അന്ന് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന നോട്ട്സ് തന്നെയാണ് വീഡിയോ ആയിട്ട് നമുക്കറിയാവുന്ന കാര്യം. വളരെ നമുക്ക് അന്ന് പരിമിതി, ഒരു ലാപ്ടോപ്പ് ഉണ്ട്, ലോക്ക്ഡൗൺ അല്ലേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ലൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഉള്ള സ്റ്റുഡിയോ ലൈറ്റൊന്നും ഇല്ല. എൻ്റെ അപ്പയും അമ്മയും ഞാനും കൂടെ ഒരു ബൾബ് വെച്ചിട്ട് ഒരു കാർഡ്ബോർഡ് വെട്ടിയിട്ട് അങ്ങനെ ലൈറ്റിൽ പഠിപ്പിച്ച ഒരാളാണ് ഞാൻ. കാരണം നമുക്ക് വേറെ ഫെസിലിറ്റീസ് ഇല്ല. അന്ന് ഒരു 1000 രൂപയുടെ ഒരു ചെറിയ മൈക്ക്, ലാപ്പൽ മൈക്കൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് ആമസോൺ വഴി ഓർഡർ ചെയ്ത് അങ്ങനെ വളരെ ചെറുതായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ നമ്മൾ ഇട്ട കോണ്ടൻറ്റിൽ നമ്മൾ ഭയങ്കര, അതായത് അത് സിൻസിയറായിട്ട് ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിലും അത് നല്ലൊരു വീഡിയോ ലെക്ചർ മേ ബി അതുകൊണ്ടായിരിക്കാം ഇത് ഓർഗാനിക്കലി ഗ്രോ ചെയ്ത്. പിന്നെ യൂട്യൂബിൻ്റെ കാര്യം അറിയായിരിക്കുമല്ലോ, നമ്മളൊരു നല്ല ഒരു കോണ്ടൻറ്റ് ഇട്ടാൽ ഇത് യൂട്യൂബ് തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യും. അന്നൊക്കെ യൂട്യൂബ് നല്ല ഗ്രോ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി റീച്ച് ആവാൻ തുടങ്ങി. PSC പഠിക്കുന്ന കുട്ടികളോടും ആദ്യം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ അയച്ചു കൊടുക്കും, അവർ പിന്നെ പതുക്കെ അവരുടെ ഫ്രണ്ട്സിനോട്, പിന്നെ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അതായത് നല്ല ഒരു ഓഡിയൻസിലോട്ട് എത്തി. പതുക്കെ ഇതിനൊരു പോസിബിലിറ്റി, അതായത് അപ്പോഴും നമ്മളിങ്ങനൊരു അക്കാഡമി പേര് ഇട്ടെങ്കിലും ഒരിക്കലും നമ്മളിങ്ങനൊരു അക്കാഡമി, അതായത് ഓഫ്ലൈൻ പ്ലസ് ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ ആ സമയത്ത് കോവിഡ് എല്ലാം കഴിഞ്ഞ് MTech പാസ് ഔട്ട് ആയിട്ട് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പഠിപ്പിക്കാൻ കയറി, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് പഠിപ്പിക്കാൻ കയറി. ഇപ്പോഴും ചാനൽ റൺ ചെയ്യുന്നുണ്ട്, നമ്മൾ ഓരോ വീഡിയോ വീക്ക്ലി യൂഷ്വൽ ഇടുന്ന രീതിയിൽ. അപ്പോഴും ഇത് ഗ്രോ ചെയ്ത് ഞാൻ പഠിപ്പിക്കുന്നതിനെക്കാട്ടി ഇത് ഔട്ട് ഗ്രോ ചെയ്യുക, അതായത് യൂട്യൂബ് ചാനൽ ഭയങ്കരമായിട്ടും ഗ്രോ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അതിൽ എപ്പോഴും കാണുന്ന സ്റ്റുഡൻസ് തന്നെ ഞങ്ങളോട് ചോദിച്ചു, എന്തായാലും നിങ്ങൾ ഇത്ര എഫേർട്ട് ഇടുമല്ലേ, നിങ്ങൾക്ക് എന്താ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്താൽ,
എന്തായാലും ഓക്കെ നല്ല പൈസ യൂട്യൂബിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഓഡിയൻസ് വളരെ ചെറുതാണ്. അതായത് സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കണം, സിവിൽ എഞ്ചിനീയർ തന്നെ ഈ PSC എക്സാമിന് പഠിക്കണ്ടേ. അപ്പോൾ ഏകദേശം ഒരു വർഷത്തിൽ ഒരു 20,000 കുട്ടികളെ അത് ഉള്ളൂ, 20,000 to 25,000 അത്രേ ഉള്ളൂ ഓഡിയൻസ്. ആ ചെറിയ ഓഡിയൻസിൽ നമുക്ക് ഒരിക്കലും യൂട്യൂബ് റവന്യൂ കിട്ടത്തില്ല. നമുക്ക് മാസം ഒരു 6,000 രൂപ ഒന്നും ആവത്തില്ലല്ലോ. അപ്പോൾ അവരെന്നെ പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത്ര എഫർട്ട് ഇടുമല്ലേ, സ്റ്റാർട്ട് എ കോഴ്സ്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. സ്റ്റുഡൻസ് ഇങ്ങോട്ട് പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ രണ്ടും കൽപ്പിച്ച് നമുക്ക് അന്ന് ക്ലാസ് പ്ലസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അവർ LMS പ്ലാറ്റ്ഫോം, അതായത് അവർ നമുക്ക് ആപ്പും വെബ്സൈറ്റും പ്രൊവൈഡ് ചെയ്യും. ഒരു 7,000 രൂപയേ ആവത്തുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു, കാരണം അന്ന് ആപ്പും ഡെവലപ്മെൻറ്റും നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു 4 ലക്ഷം രൂപയൊക്കെ ആവും. അപ്പം 7,000 രൂപയ്ക്ക് അപ്പോൾ അവരുടെ ഒരു കമ്മീഷൻ ബേസാണ്. ഒരു കോഴ്സ് സെല് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ കമ്മീഷൻ കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു സാധാ ടീച്ചറിനെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ആപ്പും വെബ്സൈറ്റും ലോഞ്ച് ചെയ്തിട്ട് ഞങ്ങളുടെ വീഡിയോസ്, അതായത് കോഴ്സായിട്ട് നമ്മൾ സെല് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒബ്വിയസ്ലി ആ യൂട്യൂബിൻ്റെ ഒരു ഹൈപ്പ് ഒബ്വിയസ്ലി ഈ കോഴ്സിനകത്തും റിസൾട്ട് ചെയ്തു. ഒരുപാട് എൻറോൾമെൻറ്റ്സ് വന്നു, ഭയങ്കരമായിട്ടുള്ള ഒരു. അപ്പോൾ അവിടെയാണ് ഞാൻ TKM, അതായത് എൻ്റെ മനസ്സിനകത്ത് ഞാൻ പറഞ്ഞത് ടീച്ചറാണ് എൻ്റെ. ഐ വാസ് ഹാപ്പി ആക്ച്വലി. എനിക്കത് വേറെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എനിക്ക് TKM ഭയങ്കര ഫേമസ് കോളേജാണ്, ഭയങ്കര അടിപൊളി കോളേജുമാണ്. അപ്പോൾ എനിക്ക് അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ രണ്ടും കൂടെ പറ്റത്തില്ല. അപ്പം പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ എന്നോട് ചോദിച്ചല്ലോ ഓൺട്രപ്രണർ, ലൈക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ടീച്ചറായിട്ട്. അപ്പോൾ എൻ്റെ പാഷൻ ടീച്ചിങ് തന്നെയാണ്. ഐ എം എ ഫോഴ്സ്ഡ് ഓൺട്രപ്രണർ. കാരണം ഇതിനകത്ത് നമുക്കൊരു ഫ്യൂച്ചർ വേണമെങ്കിൽ, അതായത് നമ്മളിതെല്ലാം വിട്ടു, ടീച്ചിങ്, നമ്മുടെ TKMലെ ജോലിയെല്ലാം വിട്ടു, ഒരു സോഴ്സ് ഓഫ് ഇൻകം പിന്നെ ഇല്ല, പിന്നെ ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ, നമ്മുടെ അമേസിൻ്റെ ഇൻകം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിതൊരു ബിസിനസ് മോഡൽ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിലോട്ട് പോയെന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തായാലും എല്ലാ വർഷവും കോണ്ടൻറ്റ് അപ്ഡേറ്റ് ചെയ്യണം. അല്ലാതെ പണ്ടത്തെ ആ കോണ്ടൻറ്റ് വെച്ചിട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ക്വാളിറ്റി കൂട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ വർഷവും ഇത് അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ ഫാക്കൽറ്റീസ്, നല്ല നല്ല ഫാക്കൽറ്റീസിനെ കൊണ്ടുവരണം, ടോപ്പ് ഫാക്കൽറ്റീസിനെ കൊണ്ടുവരണം. നല്ല സ്റ്റുഡൻസിന് നല്ല ഫീച്ചേഴ്സ് കൊടുക്കണമെങ്കിൽ എക്സ്പെൻസ് വരും, ഒബ്വിയസ്ലി വരും. രണ്ടാമത്തെ റീസൺ, പോസ്റ്റ് കോവിഡ് കഴിഞ്ഞപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിന് ഭയങ്കര ഡിമാൻഡ്. അതായത് ഈ കോവിഡിലാണല്ലോ ഓൺലൈൻ വെറുത്തു. അതായത് പല സ്റ്റുഡൻസിനും, അത് അവരും കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മൾ എത്ര നേരം വെച്ചാൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ പറ്റത്തില്ല. ചിലർക്ക് പറ്റുവേ, പക്ഷേ ഈ പറഞ്ഞ ഈ ഓൺലൈൻ കണ്ട് എല്ലാവരും അങ്ങ് ലോക്ക്ഡൗണിൽ അങ്ങനെ ആയിരുന്നല്ലോ, 2 വർഷം പോയില്ലേ നമ്മുടെ. അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ഈ സ്റ്റുഡൻസ് തന്നെ സാർ ഓഫ്ലൈൻ തുടങ്ങും. ഈ ഓഫ്ലൈൻ തുടങ്ങാമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലൊരു സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പറ്റത്തില്ല. കാരണം അറിയായിരിക്കുമല്ലോ, റെന്റ് ഭയങ്കരമാണ്. സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ നമുക്കൊരു ലോക്കൽ സ്ഥലത്ത് ഇത് കൊണ്ടുവെക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സ്റ്റുഡൻസ് നാരോ ഡൗൺ ആയതുകൊണ്ട് പല ഡിസ്ട്രിക്റ്റിൽ നിന്നായിരിക്കും പിള്ളേർ വരുന്നത്. അപ്പോൾ നല്ലൊരു പ്രോമിനൻറ്റ് ലൊക്കേഷൻ തന്നെ നമുക്ക് വേണം, ആക്സസിബിൾ ആയിട്ടുള്ള. ഇപ്പോൾ നമ്മുടെ കൊല്ലത്താണെങ്കിലും ട്രിവാൻഡ്രം, തൃശ്ശൂർ, 3 എല്ലാം പ്രോമിനൻറ്റ് ലൊക്കേഷനിലാണ്. ഇപ്പോൾ കൊല്ലത്താണെങ്കിലും തൃശ്ശൂരാണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് സൈഡിൽ തന്നെ, ട്രിവാൻഡ്രം ആണെങ്കിൽ പട്ടമാണ്. അപ്പം എല്ലാവർക്കും വരാൻ പറ്റിയ. പക്ഷേ എന്താണ്, റെൻറ്റ് ഭയങ്കരമാണ്, ഇലക്ട്രിസിറ്റി ചാർജ്, നമുക്ക് AC എല്ലാം വെച്ച് കൊടുക്കണം, ഭയങ്കര. എല്ലാവർക്കും നമ്മുടെ പഴയ ക്ലാസ് റൂമിന് ഡെസ്ക് പോലും പറ്റത്തില്ല, എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഡെസ്ക് കൊടുക്കണം. വലിയ പിള്ളേരല്ലേ വരുന്നത്, ഇതെല്ലാം BTech പാസ് ഔട്ട്സാണ് വരുന്നത്, അല്ലെങ്കിൽ ഡിപ്ലോമ ITI പാസ് ഔട്ട്സാണ്, വലിയ പിള്ളേരാണ് വരുന്നത്. ചില ആൾക്കാർക്ക് എന്നെക്കാട്ടി പ്രായമുള്ളവരും എൻ്റെ ക്ലാസ്സിൽ ഇരിപ്പുണ്ട്. അപ്പം കോസ്റ്റ് ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. നല്ല ഫാക്കൽറ്റിക്ക് നല്ല പൈസ, ഒബ്വിയസ്ലി നല്ല ഹൈ പേ സ്കെയിൽ കൊടുക്കണം. പ്ലസ് ഇത് നമ്മൾ ഗവൺമെൻറ് ജോബിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് നമ്മുടെ ഫാക്കൽറ്റീസും അതിന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ഗവൺമെൻറ് ജോബ് കിട്ടുമ്പോൾ അവർ പോകും. അപ്പോൾ അതിനെക്കാട്ടും മികച്ച ആൾക്കാരെ വേണം അടുത്തെടുക്കാൻ. അപ്പോൾ ഭയങ്കര പ്രശ്നമല്ലേ. അപ്പോൾ അവർക്ക് ഇപ്പം ഒരു Aക്ക് 50,000 ആണ് സാലറി, ഞാൻ 1 lakh കൊടുക്കുന്നത്. ഓപ്പണായിട്ട് പറയാമല്ലോ, കാരണം നല്ല സാലറി കൊടുത്താലേ നല്ല ആൾക്കാരെ നിൽക്കത്തുള്ളൂ. അതങ്ങനെ തന്നെ എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം കോസ്റ്റ് ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അവിടെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയും നാളും ഇതിൽ നിന്ന് ഒരു റവന്യൂ അല്ല ഞാൻ വിചാരിച്ചത്. എൻ്റെ പാഷൻ ടീച്ചിങ് ആണ്. അതിനകത്തൊരു ഇൻഡിപെൻഡൻസ്, നമ്മൾ എവിടെയെങ്കിലും പോയി പഠിപ്പിച്ചാൽ നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ സ്വന്തം അക്കാഡമിയാണ്. നമുക്ക് എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആരോടും ചോദിക്കാതെ എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷേ ഈ പ്രശ്നമുണ്ട്, നമ്മൾ സ്വന്തം റിസ്ക് എടുക്കണം. അവിടെയാണ് ഈ പറഞ്ഞ പോലെ ഇതൊരു ബിസിനസ് മോഡൽ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് അവിടെയാണ്. അതാണ് ഫോഴ്സ്ഡ്. ഈ ഫാക്ടേഴ്സ് എല്ലാം ഉണ്ടായതുകൊണ്ട് എനിക്ക് മനസ്സിലായി നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല ക്വാളിറ്റിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതിൽ നിന്ന് നല്ല റവന്യൂ വരണം.
അപ്പോൾ അവിടെയാണ് നമ്മളിതൊരു ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് മോഡലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് അത് വളരെ സക്സസ്ഫുള്ളായിട്ട് പോകുന്നു. എന്നാൽ അവിടെ ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റിനെ ഓവറായിട്ട് ചാർജ് ചെയ്യാതെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇപ്പോഴും നമ്മുടെ ആപ്പിനകത്തൊക്കെ 1000 രൂപയുടെ കോഴ്സുകളുണ്ട്. സിവിലിൽ തന്നെ ഏറ്റവും നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ കോഴ്സുകളാണ്. എന്നാൽ നല്ല ഓഫ്ലൈനിലൊക്കെ വന്ന് പഠിക്കുന്നത് അത്യാവശ്യം നല്ല ഫീസ് ഉണ്ട്. ഒബ്വിയസ്ലി എക്സ്പെൻസ് ഉണ്ടല്ലോ. 2022 ഓഫ്ലൈൻ ഇടാമെന്ന് വിചാരിച്ചു. 2023 ആദ്യത്തെ ഓഫ്ലൈൻ വന്നു കൊല്ലം, പിന്നെ ട്രിവാൻഡ്രം. ഓരോ വർഷത്തിലും ഓരോ ഓഫ്ലൈൻ വന്ന് ഇപ്പം 3 ഓഫ്ലൈനും പിന്നെ എല്ലാ പാൻ കേരള അല്ലെങ്കിൽ പുറത്ത് ഈവൻ നമ്മുടെ UK പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവർ UK അവർക്ക് നാട്ടിൽ വന്ന് ഈ PSC ജോബ് ഇപ്പോഴും ആഗ്രഹമുള്ള സ്റ്റുഡൻസ് അവരും നമ്മുടെ ഓൺലൈനിലൂടെ പഠിക്കുന്നുണ്ട്. ഇതാണൊരു ബേസിക് ഒരു ഇൻട്രോ എന്ന് പറയുന്നത് അമേസ് അക്കാഡമിനെ പറ്റി. അപ്പോൾ ഈ അമേസിൽ വന്നു കഴിയുമ്പോൾ എഞ്ചിനീയറിംഗ് കഴിയുന്ന കുട്ടികളാണല്ലോ വരുന്നത്, സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പിള്ളേർ. അപ്പോൾ എന്തൊക്കെ തരം കോഴ്സുകളാണ് നിങ്ങൾ കൊടുക്കുക, എന്തിലൊക്കെയാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ബേസിക്കലി ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടല്ലോ, LSCD, PWD, ഇറിഗേഷൻ, അവിടെ ഉള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാംസിന് വേണ്ടിയിട്ടാണ് മെയിൻ കോച്ചിങ്. പിന്നെ ഓവർസിയർ പല തസ്തികളുണ്ട്. ഇപ്പോൾ ഒരു BTech സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ് എൻട്രി ലെവൽ ജോബ്. നേരെ മറിച്ച് ഒരു ഡിപ്ലോമ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 പോസ്റ്റാണുള്ളത്. ITI സിവിലും ഉണ്ട്. ITIക്കാർക്ക് ഓവർസിയർ ഗ്രേഡ് 3, ഗ്രേഡ് 2 ആണ് പോസ്റ്റുകൾ വരുന്നത്. ഓരോ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതിനനുസരിച്ചാണ് എക്സാം വരുന്നത്. അപ്പം അതിനുള്ള കോച്ചിങ് ആണ് ഇപ്പം നിലവിൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ തുടങ്ങി. സ്റ്റുഡൻസിൻ്റെ ബേസ് പല സ്റ്റുഡൻസിനും അവർ പഠിച്ചിറങ്ങിയെന്നല്ലാതെ അവർക്കൊരു ബേസ് ഇല്ല, സപ്ലി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, ബേസ് ഇല്ല, സപ്ലി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ ജസ്റ്റ് പാസ്സായി വന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ബേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ പഠിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇവരെ ഫ്രം കോളേജിൽ നിന്ന് തന്നെ സപ്പോർട്ട് ഒരു BTech ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഇപ്പം തീരുമാനം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിവിലിൽ വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സ്കിൽ. നമുക്ക് എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനെ ഉണ്ടല്ലോ സ്കിൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിലും ഫോക്കസ് ചെയ്യും. കാരണം ഈ PSC മാത്രമല്ലല്ലോ, PSC ഒരു വലിയ ഘടകമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് സിവിലിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഈ ഗവൺമെൻറ് ജോബാണ്. എന്നാൽ പുറത്തുള്ള സൈറ്റിൽ നിൽക്കുമ്പോഴേ ഈ പ്രശ്നം, ഈ ഭയങ്കര സാലറി കുറവാണ്. എന്നാൽ സ്കിൽ ഡെവലപ്പ് ചെയ്താൽ ഭയങ്കരമായിട്ടുള്ള സാലറിയാണ് ഇന്ത്യനകത്തും പുറത്തും. അപ്പോൾ അതും കൂടെ ഫോക്കസ് ചെയ്യാനുള്ള പ്ലാൻസാണ്. ഇപ്പോൾ ഇങ്ങനെ 3 വിങ്ങുകളായിട്ടാണ് അമേസിനി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഓൾറെഡി PSC ഫീൽഡിലുണ്ട്, രണ്ടാമത് BTech ക്ലാസ്സും ഉണ്ട്, ഇനി സ്കിൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത് 3 ബ്രാഞ്ചായിട്ടാണ് നമ്മളിനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ PSC എന്ന് പറയുമ്പം എല്ലാവരും ഇപ്പോൾ പണ്ടത്തെ ഗ്ലാമർ ഒന്നും PSCക്ക് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനുള്ളിൽ നിൽക്കുന്നവർക്കറിയാം ഇപ്പോഴും ഗ്ലാമറിനൊരു കുറവും വന്നിട്ടില്ല എന്ന്. പക്ഷേ ഈ PSC എന്ന് പറയുന്ന എല്ലാവരും പറയുന്ന ആ ചുമ്മയാ, ഒത്തിരി പേര് ഇത്ര 10,000 ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്നു, അതിൽ ഇത്ര നാളത്തേക്ക് ലിസ്റ്റ് വരുന്നു, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കൂടാൻ ഭയങ്കര പാടാണെന്ന്. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് അമേസിൽ വന്ന് പഠിച്ച ആളുകൾ ഒരുപാട് പേര്, നിങ്ങളുടെ അലുമിനൈസൊക്കെ ആക്ച്വലി ഈ PSCയിൽ ജോലി കിട്ടിപ്പോയവരാണ്. അപ്പോൾ അതെന്ത് മാജിക്കാണ് അവിടെ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ PSC ഫീൽഡിൽ എസ്പെഷ്യലി കേരളത്തിൽ ഒരുപാട് ഒരു മിത്സ് ഉണ്ട്. PSC എന്തായാലും പഠിച്ചാൽ കിട്ടത്തില്ല. ഇപ്പം നമ്മളൊരു വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഈ ചിലപ്പോൾ ഇത് പുറത്തുള്ള വീഡിയോസിലൊക്കെ പോകുമ്പോഴേ ചിലപ്പോൾ ചിലർ നെഗറ്റീവ് കമൻറ്റ്സ് ഇടാറുണ്ട്. PSC ഇതൊക്കെ ചുമ്മാ ഉടായിപ്പല്ലേ, എല്ലാം പിൻവാതിലാണല്ലോ. ഇത് ഭയങ്കര എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ഇതിനൊന്നും ഒരു കാര്യമില്ല. ഇത് ബേസിക്കലി നമ്മുടെ സ്റ്റുഡൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇമോഷണലി. ഇതൊന്നും സത്യമല്ല. അതായത് ചില എക്സാംസിന് കാണുമായിരിക്കും. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ടെക്നിക്കൽ എക്സാംസാണ്. ഈ PSC തന്നെ ഒരുപാട് ഫീൽഡിലുണ്ട്, അതിനകത്ത് ടെക്നിക്കൽ എക്സാംസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ആ എക്സാംസിനൊന്നും അങ്ങനെ ഒരു അതായത് PSC ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന ഒരു എക്സാംസിനും ഇങ്ങനൊരു ഇഷ്യൂ ഇല്ല. ഇത് രണ്ടും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്ന് റിട്ടൺ ടെസ്റ്റാണ്, 100 മാർക്കിന് റിട്ടൺ ടെസ്റ്റ്. അതിനകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. OMRൽ ഇത് ചെയ്യുന്നത്. 2 ഇൻ്റർവ്യൂ 20 മാർക്കേ ഉള്ളൂ. അതിനകത്ത് വലിയ വേരിയേഷനൊന്നും വരുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റിട്ടൺ ടെസ്റ്റിനകത്ത് നമ്മൾ നല്ലപോലെ സ്കോർ ചെയ്താൽ ഉറപ്പായിട്ടും ജോലി കിട്ടും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ പറയുന്ന എല്ലാം എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും എൻ്റെ സ്റ്റുഡൻസിൻ്റെ സ്റ്റോറിയാണ്. നമ്മളെല്ലാവരും സാധാരണ വീട്ടിൽ നിന്ന് വന്നില്ല. നമ്മളാർക്കും ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസോ ഒന്നുമില്ല. നമ്മളെല്ലാം സാധാരണ വീട്ടിൽ നിന്ന്. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ, ഐ എം ഓൾസോ ടോപ്പ് റാങ്കർ, ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടാൻ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കയറി. ഇപ്പോൾ എനിക്കും കയറുവാൻ, ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡ് ആയതുകൊണ്ടാണ് ഞാൻ മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനും ആ സമയത്ത് കയറിപ്പോയാൽ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കയറി, എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പം കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡൗട്ടില്ല. അത് മേ ബി ഈ കമൻ്റ് ഇടുന്നതിൻ്റെ റീസൺ ചിലപ്പോൾ 1-2 എക്സാംസിന് വേറെ പണ്ടൊക്കെ നടത്തിയ എക്സാംസിന് അങ്ങനെ എന്തോ ഒരു സ്കാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു
തോട്ട് പ്രോസസ്സ് പോകുന്നത്. പിന്നെ ഈ ചില ജോബ് കോൺട്രാക്റ്റൽ ബേസിസിൽ ചില ടെമ്പററി ജോബ്സ് പെർമനൻ്റ് ആക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മളെ ഇവിടുത്തെ ഈ ടെക്നിക്കൽ ജോബ്സിനെ ഒന്നും അഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ എഴുതുന്നതെല്ലാം പെർമനൻറ്റ് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സാംസാണ്. അപ്പോൾ നമ്മളത് അഫക്റ്റ് ചെയ്യുന്നില്ല. അതൊന്ന്. രണ്ട്, PSC പ്രിപ്പറേഷൻ ഇതൊരു ഡ്രീം ജോബല്ലേ. നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ എത്രയോ പേർക്ക് ആഗ്രഹമുണ്ട്, എത്ര പേരാവുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ അങ്ങനെ ഒരു ഇതില്ലാത്തത്? അതെന്താ? സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞൊരു ഡ്രീം ഫീൽഡാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അത് എവിടെ ആണെങ്കിലും നമുക്ക് ഒരു ഡ്രീം ഇൻഡസ്ട്രിയിൽ നമുക്ക് കയറണമെങ്കിൽ ഇറ്റ്സ് വെരി വെരി ടഫ്. അതുപോലൊരു ഡ്രീം ഇൻഡസ്ട്രി എന്ന് കൂട്ടിക്കോ നമ്മുടെ ഗവൺമെൻറ് ജോബ്. കാരണം ഈ പറഞ്ഞ കയറി കിട്ടിയാൽ പിന്നെ നമ്മുടെ ലൈഫും സെറ്റാണ്, നമ്മുടെ ഫാമിലിയുടെ ലൈഫും സെറ്റാണ്. നമുക്ക് പിന്നെ ഒരു ടെൻഷനും വേണ്ട. ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മുടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ ടോപ്പർ വന്നായിരുന്നു, അഞ്ജു എന്ന പേര്. അഞ്ജു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ എനിക്ക് സമാധാനമുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലേ. ഒരു നമ്മളിവിടെ നമ്മൾ ആണുങ്ങൾ മാത്രമല്ല, എല്ലാവരും ഉണ്ട് അല്ലേ, പെണ്ണുങ്ങൾ എല്ലാവർക്കും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. ദാറ്റ്സ് എ മസ്റ്റ്. നോട്ട് ദാറ്റ് നമ്മൾ പണ്ടത്തെ ആ കൺസെപ്റ്റ്, പണ്ടെന്തുവാ ആണുങ്ങൾ അങ്ങനൊരു കൺസെപ്റ്റ് അല്ല ഇപ്പം. നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. അതിൽ ഏറ്റവും ബെസ്റ്റാണ് ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത്. കാരണം വൺസ് കയറിയാൽ നമുക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട. ഒരു കോവിഡ് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വോർ വന്നാലോ നമ്മുടെ ജോലി പോകത്തില്ല. നമ്മൾ അത്രത്തോളം എന്തെങ്കിലും ഇല്ലീഗലായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ ഔട്ടാക്കൂ. അത് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അതല്ലാതെ നമുക്ക് ജോബ് പോകുമെന്നൊന്നും പേടിയുണ്ട്. ഇത് പറയാൻ കാരണം ഞാനൊരു MNCയിൽ ജോലി ചെയ്ത ഒരാളാണ്. അതായത് ഞാൻ NIT വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി, ജേക്കബ്സ്. ഓക്കെ, ജേക്കബ്സ് ഒരു വളരെ അടിപൊളി കമ്പനിയാണ്. നമ്മളവിടെ ജോലി ചെയ്യുമ്പോൾ നല്ല അടിപൊളി കേട്ടോ, നല്ല വൈബാണ്. പക്ഷേ എന്തെങ്കിലും പുറത്ത് ഇപ്പോൾ യൂറോപ്പിലൊരു എന്തെങ്കിലും, കാരണം ഇതൊരു MNC അല്ലേ, അപ്പോൾ എന്തെങ്കിലും പുറത്തൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ ആൾക്കാരെ കുറയ്ക്കുമ്പോൾ നല്ല ജോലിയുള്ള സീനിയേഴ്സിനെ പോലും പറഞ്ഞു വിടും. റീസ്ട്രക്ചറായി അതും മേ ബി ഒരു 1 month നോട്ടീസൊക്കെ തരത്തുള്ളേ. ഇവർ വളരെ ഹൈ ഒഫീഷ്യൽസ്, ആ കമ്പനിയിലെ ടോപ്പ്, അവരെ പോലും വിത്തൗട്ട്, അതാണ് പ്രശ്നം. നമുക്കൊരു സ്റ്റെബിലിറ്റി ഇല്ല, ഇൻസെക്യൂർ ആൾക്കാർ. അപ്പോൾ ഇതുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയും നാരോ ഡൗൺ ആയിട്ട് പോലും ഗവൺമെൻറ് ജോബിന് ഇപ്പോഴും ആൾക്കാർ ട്രൈ ചെയ്യുന്നതിൻ്റെ റീസൺ ഈ സെക്യൂരിറ്റിയാണ്. വൺസ് കയറിയാൽ പിന്നെ അതാ പറയുന്നത്, നമ്മുടെ ലൈഫ് സെക്യൂറാണ്. നമ്മുടെ കൂടെയുള്ള ഇപ്പോൾ നമ്മുടെ പേരൻസ്, നമ്മൾ മാരീഡ് ആണെങ്കിൽ നമ്മുടെ പിള്ളേർ, ഇവർക്കെല്ലാം ഒരു സ്റ്റേബിൾ ഇൻകം ഞാൻ കാരണം ഉണ്ട് എന്നുള്ളൊരു സമാധാനം കിട്ടും. അതാണ് ഇപ്പോഴും ഇത്രയും ക്രൈസിസ് ഉണ്ടായിട്ടും. അതുപോലെ ഇതൊരു ഡ്രീം ജോബാണ്. അപ്പോൾ ഒബ്വിയസ്ലി സമയമെടുക്കും. ഞാൻ പറയുന്നത് ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്, ഒരു സ്റ്റുഡൻറ്റിന് PSC എക്സാം അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബാണ് അവർ ആഗ്രഹിക്കുന്നതിൽ ഒരു 3 വർഷം മാറ്റി വെക്കണം. 3 years ആണ് സ്പാൻ. ഓൾസോ ഇതിനൊരു ക്ലോഷർ കൊണ്ടുവരണമെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചില സ്റ്റുഡൻസ് ഞാൻ കണ്ടിട്ടുണ്ട് 6, 7, 8 വർഷം ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് നേരത്തെ പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ഉള്ളൊരു പ്രശ്നമാണ്. ചിലപ്പോൾ ചില എക്സാം വരുമ്പോൾ അതിന് പഠിക്കും, വേറെ ബാങ്ക് എക്സാം വരുമ്പോൾ അതിന് പഠിക്കും. അപ്പോൾ ഒരു എക്സാമിനും കൺസിസ്റ്റൻ്റ് ഇല്ലാതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, 6, 7 വർഷം കൊണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇത് കിട്ടാത്തത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് സെറ്റ് ചെയ്തു. സിവിൽ എഞ്ചിനീയർ തന്നെ ഒരുപാട് എക്സാംസ് ഉണ്ട്. സിവിലുകാർക്ക് ബാങ്ക് എക്സാമും എഴുതാം, ഒരുപാട് പിള്ളേർ അതിന് പഠിക്കുന്നുണ്ട്. അത് തെറ്റാന്നുള്ളതല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനെ പഠിക്കാവൂ. 2 കപ്പൽ അല്ലേ നമ്മൾ അങ്ങനെ പറയാമല്ലോ. അപ്പോൾ സിവിലിൽ തന്നെ ഫിക്സ് ചെയ്യുവാണെങ്കിൽ സിവിലിൽ തന്നെ പല തസ്തികകളുണ്ട്. അതിൽ ഏതിലാന്ന് നമ്മൾ നേരത്തെ ഡിറ്റർമൈൻഡ് ആയിരിക്കണം. എന്നിട്ടൊരു പ്ലാൻ സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാനൊരു 3 years എൻ്റെ ഇത് പ്രശ്നം തൊട്ട് നമ്മുടെ യങ് ഏജാണ്, ഈ പഠിക്കുന്ന പിള്ളേരെല്ലാം യങ് പിള്ളേരാണ്. അപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല, ആ സമയത്ത് അവർക്ക് വേറെ ഏതെങ്കിലും പണിക്ക് പോകാം. അതെല്ലാം ഡ്രോപ്പ് ചെയ്ത് അതിൻ്റെ ടെൻഷൻ ഇവർക്കുണ്ട്. അപ്പോൾ ഇത് നേരത്തെ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെസ്സേജ്. അതായത് ഈ ചിലർ 11th 12th ചെല്ലുമ്പോൾ മെഡിസിനും എഞ്ചിനീയറിംഗിനും പോകാൻ വേണ്ടിയിട്ട് ബയോളജിയും മാത്സും എടുക്കുന്ന പോലത്തെ പരിപാടി, എന്നിട്ട് അവസാനം അത് രണ്ടും കൂടെ പഠിക്കുന്നുണ്ട്, റാങ്ക് അങ്ങ് താഴെ പോകും. അപ്പോൾ അതാ പറഞ്ഞു, ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം നമുക്ക് PSC എക്സാം ക്രാക്ക് ചെയ്യാൻ ഒരു കുറുക്ക് വഴി ഉണ്ടെന്നാണോ? നമുക്ക് ഒരു ഷോർട്ട് കട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് എന്ന് പറയാം. ഒരു 3 year ടാർഗറ്റ് നമുക്ക് വെക്കാം. അതായത് ഇപ്പോൾ 2026 ആണ്, നമ്മളിപ്പോൾ പഠിക്കുമെന്ന് വിചാരിക്കുക, നമ്മൾ രണ്ടുപേരും പഠിക്കുക. അപ്പോൾ നമ്മൾ പറയുവാണ് 2029 വരെ പഠിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും നല്ലപോലെ പഠിക്കും. ഓക്കെ, മാക്സിമം എഫേർട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് മാക്സിമം ബെസ്റ്റായിട്ട് പഠിക്കും. കിട്ടുക തന്നെ ചെയ്യും. കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് പ്ലാൻ ഉണ്ട് അവിടെ. ഇങ്ങനെ ഒരു ക്ലോഷർ ഇല്ലാത്തതുകൊണ്ടാണ് പലർക്കും ഇതിങ്ങനൊരു അൺഎൻഡിങ് ആയിട്ടൊരു ജേണി പോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും യൂട്യൂബിൽ വീഡിയോസ് ഇടാറുണ്ട് കൺസിസ്റ്റൻ്റായിട്ട്, എൻ്റെ സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. ഞാനൊരു മോട്ടിവേറ്റ് സ്പീക്കറൊന്നും അല്ല, പക്ഷേ നമ്മൾ ഈ സ്റ്റുഡൻസിനോട് സംസാരിച്ച് അറിയാമല്ലോ ഇവരുടെ കഥ, പ്രശ്നങ്ങൾ അറിയാം. അപ്പോൾ ഞാൻ ഇവരോട് പറയുന്നത് വെച്ചാൽ എല്ലാത്തിനും ഒരു ക്ലോഷർ വേണം. യു കീപ്പ് എ ക്ലോഷർ. അതായത് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട്
ആ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് വേറെ ഒരു പരിപാടിക്കും പോകരുത്. അതിന് നമ്മൾ സിവിൽ സർവീസിന് പഠിക്കുന്ന പോലെ അവരെന്ത് ചെയ്യുന്നത്, ഒരു 3 വർഷം അതിനു വേണ്ടി നിൽക്കുക. എല്ലാവർക്കും സിവിൽ സർവീസ് കിട്ടുമോ? ഇല്ല. അപ്പോൾ ഒരു പ്ലാൻ ബി മനസ്സിൽ വെച്ചേക്കണം. എന്നിട്ട് ഈ 2-3 വർഷം എന്ത് ചെയ്യുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ നല്ലപോലെ എക്സാം എഴുതി നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതാണ് സിവിൽ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് ഞാൻ ആ ട്രസ്റ്റോടെ പറയുന്നത്. കാരണം അത്രയും വേക്കൻസി ഉണ്ട്. അത്യാവശ്യം നല്ലപോലെ പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ എയോ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഗ്രേഡ് 3 ഏതെങ്കിലും ഒരു ജോബ് കിട്ടിയിരിക്കും. ഇതാണ് എൻ്റെ ആ ഒരു കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ. കാരണം അത് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന ഞാനായി പറയുന്നത്. കാരണം അത് പ്രൂവ് ചെയ്ത ഒരാളാണ് ഞാൻ. എൻ്റെ ഫ്രണ്ട്സും പ്രൂവ് ചെയ്തു, എൻ്റെ സ്റ്റുഡൻസും പ്രൂവ് ചെയ്തു. അപ്പോൾ അത് ആ നീശ അങ്ങ് ബ്രേക്ക് ചെയ്യുക നമ്മൾ. ഇത് എന്തായാലും പോസിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പം താങ്കളുടെ അടുത്ത് വന്ന് പഠിച്ചിട്ട് പോയ 10,000-കണക്കിന് ആൾക്കാരുണ്ട്, PSC കിട്ടി ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ ആളുകളിലൊക്കെ കോമൺ ആയിട്ട് കണ്ടൊരു ട്രെയ്റ്റ് എന്തായിരുന്നു? കൺസിസ്റ്റൻസി. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു 3 ഇയർ പീരീഡ് ഉണ്ടല്ലോ, നമുക്ക് ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് വരും. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ യങ് ഏജിലാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിനകത്ത് ഞാൻ വേറൊരു ജോലിക്ക് പോയാൽ മതിയായിരുന്നു അങ്ങനെയൊക്കെ ഒരു ഫീല് വരും. അപ്പോൾ ആ ജോബ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിന് പഠിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു ഭയങ്കര ചിലർക്ക് സാറേ എനിക്ക് വേറെ ജോബിന് പോയാൽ മതിയായിരുന്നു. ജോബിൻ്റെ കൂടെ പഠിക്കുന്നവരുണ്ട്. കാരണം വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, ഫിനാൻഷ്യൽ സ്ട്രഗിൾസ്. ഞാൻ പറഞ്ഞ എന്ത് പ്രശ്നം വന്നാലും ഓൾറെഡി നമ്മൾ 3 വർഷം ഇതിനു വേണ്ടി പഠിക്കുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അതെ. പിന്നെ ഒരു റീത്തോട്ട് വരാൻ പാടില്ല. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, ലൈഫിൽ ഏത് സ്റ്റേജിലും അല്ലേ, നമ്മളെ ലൈഫിൽ നമ്മൾ എന്തിനു വേണ്ടി പഠിക്കുമ്പോഴും ഒരിക്കലും അങ്ങനെ ഒരു റീതിങ്കിങ് വരാം. അപ്പോൾ ഒരു ഡിസിഷൻ എടുത്താൽ അതിൽ നിന്നോണം. അതാണ് കൺസിസ്റ്റൻസി. എന്നോട് ചോദിച്ചാൽ അതിൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. അതിവിടെ മാത്രമല്ല, ഏത് ഫീൽഡിലാണെങ്കിലും നിങ്ങളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുന്നവരെ, അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലോസർ ഡേറ്റ് വെച്ചിട്ടുണ്ടല്ലോ, അതുവരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്യണമെന്നുള്ളതാണ്. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ് പലർക്കും അവർ വിചാരിച്ച് വെച്ചേക്കുന്ന ആ ഗോള് കിട്ടാത്തത്. അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ആൻസറാണ് കൺസിസ്റ്റൻസി. മെയിൻറ്റെയിൻ ചെയ്യുക. ലൈഫിൽ എന്ത് സ്ട്രഗിൾ വന്നാലും അത് പ്രോപ്പറായിട്ട് എന്ത് വന്നാലും ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുന്നവരെ പഠിക്കുക. എന്നിട്ടും നമ്മൾ വിചാരിച്ച ആ ക്ലോസർ ഡേറ്റിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്ലാനിലോട്ട് മൂവ് ഓൺ ചെയ്യുക. അതും ഇമ്പോർട്ടൻറ്റാണ്. ഈ മൂവ് ഓൺ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞൊരു സൈറ്റ് എഞ്ചിനീയർ, ഇപ്പോൾ സൈറ്റ് എഞ്ചിനീയറിന് 8,000 ഒക്കെയാണ് സ്റ്റാർട്ടിങ് സാലറി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഫീൽഡിൽ പരക്കുള്ളൊരു സംസാരമാണ്. ഇപ്പോൾ എഞ്ചിനീയർ ഭയങ്കര സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വരുന്നവൻ അത്രയേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന മേസ്തിരിക്കും ദിവസപ്പണിക്ക് വരുന്നവനും അതിനേക്കാളും ഏറെ പൈസ അവർ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷേ അതൊരു ബേസായിട്ട് നമ്മളൊരു സൈറ്റ് എഞ്ചിനീയറിനെ കുറിച്ച് പറയുന്നതാണെങ്കിലും സിവിൽ എഞ്ചിനീയേഴ്സ് ലക്ഷക്കണക്കിന് രൂപ, ഒരു ആനുവൽ എടുത്താൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നവരെ നമുക്ക് രണ്ടുപേർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചോദ്യം ഇതാണ്, സിവിൽ എഞ്ചിനീയേഴ്സ് ആക്ച്വലി അണ്ടർ പെയ്ഡ് ആണോ അണ്ടർ സ്കിൽഡ് ആണോ? നമ്മുടെ സൊസൈറ്റിയിൽ പലരും കളിയാക്കി പറയുന്നൊരു കാര്യമാണ് സൈറ്റ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് 8,000 രൂപയേ ഉള്ളൂ എന്നുള്ളത്. അപ്പം നമ്മുടെ ഇതുവരെയുള്ള അനാലിസിസിൽ 2 കാര്യങ്ങളാണ് അത് നമ്മൾ നോട്ട് ചെയ്തത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ അണ്ടർ സ്കിൽഡ്, അതായത് കൃത്യമായിട്ടൊരു ബേസ് സെറ്റ് ആവാതെ ജസ്റ്റ് നമ്മളൊരു സൈറ്റിൽ പോയി ജോലി ചെയ്യുക. അപ്പോൾ ഇവനൊന്നും അറിഞ്ഞുകൂടാ, ഈ 8,000 രൂപ കൊടുക്കുന്നതിനാ ഇവനെ പഠിപ്പിക്കുക. അല്ലെ, ഇവൻ അറിഞ്ഞിട്ടല്ല വരുന്നത്, ഇവൻ ബിടെക്കിൽ ഒന്നും പഠിച്ചിട്ടില്ല. 2, അവൻ്റെ കയ്യിൽ സ്കിൽ സെറ്റ് വേറെ ഒന്നും ഇല്ല. കാരണം സ്കിൽ സെറ്റ് ഇപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ സ്ട്രക്ചറൽ ഡിസൈൻ കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതൊരു സ്കില്ലാണ്. ഈ സ്ട്രക്ചറൽ ഡിസൈൻ അറിയാമെങ്കിൽ ഭയങ്കര സ്റ്റാർട്ടിങ് തന്നെ 35,000-40,000. അപ്പോൾ സിവിൽ എഞ്ചിനീയറിങ്ങിനെ കുറച്ചുകൂടെ ഡെപ്തിൽ പഠിക്കണം ഒന്നാമത്. അത് ബിടെക് അല്ലെങ്കിൽ നമ്മുടെ ആ ഡിപ്ലോമയോ ബിടെക് ഏത് കോഴ്സാണോ നിങ്ങൾ ചെയ്യുന്നത്, ആ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ബേസ് സെറ്റ് ആയിരിക്കണം. അതായത് സപ്ലി ഇല്ലാണ്ട് എങ്ങനെയാലും കയറി പോകാമെന്ന് ചിന്തിക്കാതെ ആ കൂടെ തന്നെ ഇൻ ഡെപ്തായിട്ട് സൈഡിലൂടെയും പഠിക്കുക എന്നാണ്. അതായത് നമ്മുടെ തിയറിയും പഠിക്കുക, സൈഡിലൂടെ സ്കില്ലും ഡെവലപ്പ് ചെയ്യുക. സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ, പല സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഇപ്പോൾ സിവിൽ എഞ്ചിനീയർ തന്നെ ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഇപ്പോൾ സ്റ്റാറ്റ് പ്രോ ഉണ്ട്, ഇറ്റാപ്സ് ഉണ്ട്, പ്രൈമവർ, അങ്ങനെ പല. അപ്പം നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോൾ 3rd ഇയർ 4 നമ്മളൊരു ബിടെക് സ്റ്റുഡൻറ്റിനോട് പറഞ്ഞതേ 4 വർഷമാണല്ലോ കോഴ്സ്. 3rd ഇയർ ആകുമ്പോൾ തന്നെ അടുത്ത എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നതെന്നുള്ളത് പ്ലാൻ ചെയ്യണം. ഓക്കെ, ഞാൻ വിചാരിക്കുക സൈറ്റിൽ പോവാം. ഈ സൈറ്റിൽ പോകുന്നത് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറയുന്നത് ബിടെക് പാസ് ഔട്ടായിട്ട് ആദ്യത്തെ 2 വർഷം നിങ്ങൾ ശമ്പളം നോക്കരുത്. ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ച് എക്സ്പീരിയൻസ് ആണ് അവനെ പിന്നെ നയിക്കുന്നത്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാലറി കൂടും. പക്ഷേ ഈ ആൾക്കാർ അറിയാത്തൊരു കാര്യമുണ്ട്, സൈറ്റ് എഞ്ചിനീയർ മാത്രമല്ല സിവിലിലുള്ള ജോബ്.
അപ്പോൾ ഈ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതിനൊരു നല്ല വശം, ജോലി കിട്ടാൻ എളുപ്പമുള്ളൊരു ബ്രാഞ്ച് അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മൾ ജോലി കിട്ടാൻ എളുപ്പമാണെങ്കിൽ ആവണമെങ്കിൽ ആവും, പക്ഷെ നമ്മൾ അതിനനുസരിച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് സൈറ്റ് അല്ലാതെ വേറെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ, അതായത് ഞാൻ സിവിൽ കഴിഞ്ഞിട്ട് NIT വാരങ്കലിൽ MTech ചെയ്ത ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇത് മേ ബി കുറച്ചുകൂടെ ഈസി ആയിട്ട് പറയാൻ പറ്റുവാണെങ്കിൽ ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ എന്ന് കേൾക്കുന്നത്. അതിലെന്താണ് ഈ ട്രാൻസ്പോർട്ടേഷൻ? അത് പറഞ്ഞുതരാം. അതായത് ഇത് ബേസിക്കലി സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പം നമ്മുടെ ന്യൂസിലൊക്കെ ഭയങ്കര വിവാദമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മുടെ ശ്രീധരൻ സാറ് ഒരു ഹൈ സ്പീഡ് കേരളയിൽ മാറ്റിയിട്ട് ഹൈ സ്പീഡ് റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് അതല്ല RRTS മതി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഭാവിയിൽ അപ്രൂവ്ഡ് ആയി, ഇപ്പം നമ്മൾ സംസാരിച്ച് ചിലപ്പോൾ അപ്രൂവ്ഡ് ആയി കാണാം, അപ്രൂവ്ഡ് ആയെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഒരു ഫുൾ സ്ട്രക്ചർ ഞാൻ പറഞ്ഞാൽ ഒരു കോമൺ മാനിന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇവിടെ അലൗഡ് ആയെന്ന് വിചാരിക്കുക, ഒരു ഹൈ സ്പീഡ് റെയിൽവേ നെറ്റ്വർക്ക്. ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന അലൈൻമെൻറ്റ്, അതായത് ട്രിവാൻഡ്രം ടു കാസർഗോഡ്, ഇത് ഇതിലേക്ക് കൂടെ പോകുന്നു. ഈ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുന്നത് പല ഫാക്ടേഴ്സും ഡിപ്പെൻഡ് ചെയ്ത്. ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് ഭയങ്കരമാണ്. അതുപോലെ നമ്മൾ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഹൈ സ്പീഡ് റെയിൽവേന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പാസഞ്ചർ ടിക്കറ്റ് പോലെ അല്ല, ഇറ്റ് വിൽ ബി കോസ്റ്റ്ലി. അപ്പോൾ ടിക്കറ്റ് പർച്ചേസിങ് പവറുണ്ട്. നമ്മൾ എല്ലാ അലൈൻമെൻറ്റിനും ഒരേ ആൾക്കാരല്ല. അപ്പോൾ ഈ പോകുന്ന റൂട്ടിൽ ഈ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് കൊണ്ടുവരാൻ ഒത്തിരി ക്രോഡ്സ് ആൻഡ് ക്രോഡ്സ് ഓഫ് പൈസയാവും. തിരിച്ചു കിട്ടണം. അല്ലെ ഫുൾ തിരിച്ച് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇതൊരു ഗവൺമെൻറ് പ്രോജക്റ്റ് അല്ലേ. ബട്ട് സ്റ്റിൽ എന്തെങ്കിലും വേണമല്ലോ, ആരും യൂസ് ചെയ്യാത്തൊരു പ്രോജക്റ്റ് ആവും. അപ്പോൾ പർച്ചേസിങ് പവർ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്. ഇത് ഇങ്ങനൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വന്നാൽ അവിടെയുള്ള ആൾക്കാർ അവിടെയാണ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്ലാനറാണ് ചെയ്യുന്നത്. 2, അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ടെറൈൻ, ചിലയിടത്ത് പ്ലെയിൻ ഏരിയാസാണ്, ചിലയിടത്ത് ഹില്ലി ഏരിയാസാണ്, ചിലയിടത്ത് ഫുൾ റിവറാണ്. അപ്പോൾ ഇത് അലൈൻമെൻറ്റ് ബ്രിഡ്ജിലൂടെ പോകണോ ടണലിലൂടെ പോകണോ, അത് സർവേയിങ്ങിലൂടെയാണ്. സർവേ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വന്നു, സർവേ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വന്നു. 2, ഇത് ട്രെയിനല്ലേ പോകുന്നത്, ഇത് മൂവിങ് ലോഡാണ്. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന പോലല്ല ഒരു ട്രെയിൻ ബ്രിഡ്ജിലൂടെ പോകുമ്പോൾ ലോഡ് വരുന്നത്, ലോഡ് കാൽക്കുലേഷൻ. അതിനാണ് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് അടുത്ത മേഖല. ഇപ്പോൾ സിവിലിൽ തന്നെ 3ാമത്തെ മേഖലയായി സ്ട്രക്ചറൽ. ഇനി ഈ ലോഡെല്ലാം കൂടെ താഴെ സോയിലോട്ടാണ്. അവിടെയാണ് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ്, അതായത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, അതായത് സിവിലിലെ 4ാമത്തെ ഫീൽഡാണ്. ഇപ്പം തന്നെ നമ്മൾ ഒരു പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞത് 4 വിങ് ആയി. അപ്പോൾ ഇതെല്ലാം സിവിൽ എഞ്ചിനീയേഴ്സാണ്. ഇവരെല്ലാം പഠിക്കുന്ന കോർ എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ ഒരു കൺസെപ്റ്റാണ് ഒരു സിവിൽ എഞ്ചിനീയർ വീടിൻ്റെ സൈറ്റ് പ്ലാൻ വരയ്ക്കുന്ന നമ്മുടെ ആ ഒരു ഇതിൽ. ഈവൻ ഞാൻ പോലും പിന്നെയാണ് ഇത് നമുക്കിതൊന്നും പറഞ്ഞുതരാൻ ആരും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ സമയത്തൊന്നും ഇത്രയും അഡ്വാൻസ് അല്ലോ, നമുക്ക് ഇങ്ങനൊരു ഫെസിലിറ്റി ഇല്ല, വീഡിയോസ് അങ്ങനെയൊന്നും അവൈലബിൾ അല്ല, ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇതിനു വേണ്ടി പഠിച്ചതാണ്. പിന്നെയാണ് ഗവൺമെൻറ് ജോബ് അങ്ങനെ ഒരു മാക്സിമം അത്രയൊക്കെ അറിയത്തുള്ളന്നേ. പിന്നെയാണ് നമ്മളൊരു ഗേറ്റ് എക്സാം, ഒരു തേർഡ് ഇയർ 4th ഇയർ ആയിട്ട് ഗേറ്റ് എക്സാം ഒക്കെ പഠിച്ചിട്ട് NIT പോകുമ്പോൾ ആ സമയത്താണ് നമ്മളിതിനെപ്പറ്റി അവെയർഡ് ആവുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ TKM കോളേജിൽ പോയപ്പോൾ ആദ്യമേ പിള്ളേരോട് പറഞ്ഞു, ഇതുപോലത്തെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒരെണ്ണത്തിൽ തന്നെ മാത്രം ചിന്തിക്കില്ലേ. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു +1 +2 ആകുമ്പോൾ തന്നെ എല്ലാ സ്റ്റുഡൻസ് ഇതിനെപ്പറ്റി അവെയർഡ് ആയിരിക്കണം. ഓക്കെ, അത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അപ്പോൾ അതാണ് ഇനിഷ്യേറ്റീവ്സ് നമ്മൾ തന്നെ എടുക്കുക. അപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രൊജക്റ്റിലാണ് നിങ്ങൾക്ക് ജോബ് ചെയ്യാൻ ആഗ്രഹം. അപ്പോൾ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറാണ് അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ GT അഗ്രികൾച്ചർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സോയിലിനെ സ്റ്റഡി ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയേഴ്സാണ്. നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? ഈ സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഓരോ കെട്ടിടത്തിൻ്റെയും ബിൽഡിങ്ങിൻ്റെയും സ്ട്രക്ചേഴ്സിന്റെ ഫൗണ്ടേഷൻസ്. റീസെന്റ് NH വന്നപ്പോഴാണ് ഞാൻ ഈ ജിയോ പ്രശ്നങ്ങൾ, സോയിൽ സ്റ്റെബിലിറ്റി, അപ്പോൾ ഇതെല്ലാം സിവിലിന്റെ പല വശങ്ങളാണ്. അത് നമ്മൾ പോകുന്നത് MTech ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാൻ MTech ചെയ്തപ്പോൾ ഞാനിപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റിലായിരിക്കും ഞാൻ MNC പറഞ്ഞല്ലോ നേരത്തെ ജേക്കബ്സിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഞാനൊരു UK ഹീത്രൂ എയർപോർട്ടിൻ്റെ പ്രൊജക്റ്റിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് അതുപോലെ തന്നെ പല വിങ്ങുകളുണ്ട്. അപ്പം സിവിൽ എഞ്ചിനീയർ തന്നെ പല വിങ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ BTechൽ അല്ലെങ്കിൽ ഡിപ്ലോമയിൽ നമ്മൾ ചെയ്യുന്ന സിവിൽ പേപ്പർ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ സിവിലിൻ്റെ ബേസ് സെറ്റ് ആയിരിക്കണം. തിയറി അറിയാതെ ഒരിക്കലും പ്രാക്ടിക്കൽ പഠിച്ചിട്ട് കാര്യമില്ല. തിയറി സെറ്റ് ആയിരിക്കണം. 1+1 2 എന്നുള്ളത് അറിയാണ്ട് എന്നിട്ട് മാത്സിന്റെ MTech ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈ പണ്ടത്തെ സിനിമകളിലൊക്കെ അല്ലെങ്കിൽ പണ്ടൊക്കെ പരിപാടികളിൽ നമ്മൾ കളിയാക്കുന്നതാണ്, നമ്മൾ ഈ സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ പഠിച്ചിട്ട് നമുക്ക് ജീവിതത്തിൽ എന്താ അല്ലേ അങ്ങനെ
പക്ഷേ ഈ ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻസ് ആണ് പിന്നീട് ഡിസൈനിൽ ചെയ്യുന്നത്. അതാരും ആയിരിക്കും പിന്നെ അത് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ മാത്സ് ടീച്ചർമാർ അത് പറഞ്ഞ് അവരോട് പറയണം. ഇപ്പം നിങ്ങൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ എന്ന് പഠിക്കുന്നേ ഉള്ളൂ. എന്നാൽ ഈ ടാൻ തീറ്റയാണ് പിന്നീട് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നത്. പക്ഷെ ടീച്ചർമാർക്ക് അത്ര അറിയുമെന്ന് അവിടെയാണ് പ്രാക്ടിക്കൽ. ഈ സ്കൂളുകളിൽ നമുക്ക് വൈ പറഞ്ഞു തന്നാൽ പലതും പഠിക്കാൻ എളുപ്പമായിരുന്നു. നമ്മളെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ആക്ച്വലി എന്തിനാ ഹിസ്റ്ററി, ഇതിൽ നിന്ന് ഉൾക്കൊണ്ട് ഫ്യൂച്ചറിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനാണ്. പക്ഷെ നമുക്ക് പാനിപ്പട്ടി യുദ്ധം ഇത്ര വർഷത്തിലായിരുന്നു. എവരിതിങ് ഹാസ് എ റീസൺ. അപ്പോൾ ഇത് ഡിസൈനിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ പ്രശ്നം, ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം നമ്മളിത് ഡിസൈൻ പഠിപ്പിക്കുമല്ലോ, ഇവർക്ക് ബേസിക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അറിഞ്ഞുകൂടാ, ഇവരെങ്ങനെ ഡിസൈൻ പഠിപ്പിക്കും? അപ്പോഴാണ് മനസ്സിലായത് റൂട്ട് കോസ്. ഇവർ വന്ന +1 +2 ബിടെക് ഇത് അറിയാത്തതുകൊണ്ട് ഞങ്ങളെ പോലത്തുള്ള ഇത് കഴിഞ്ഞിട്ടുള്ള ടീച്ചേഴ്സ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുക. അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അതിന് വേണ്ടി അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവർക്ക് ബേസ് സെറ്റ് ചെയ്താലേ കൊടുക്കാൻ പറ്റൂ, ഇവരെ രക്ഷിച്ചെടുക്കണ്ടേ. അപ്പം നമ്മളിപ്പോൾ അതുകൊണ്ടാണ് ഡിസൈഡ് ചെയ്തത് ബിടെക് ലെവൽ, അതായത് ബിടെക്കിൽ തന്നെ നമ്മൾ ഇവരെ സഹായിക്കാൻ പോവാണ്. അതായത് ഒരു മുമ്പേ പറഞ്ഞില്ലേ സപ്ലി പാസ് ഔട്ട് ആവുന്നതിനല്ല, ഓക്കെ അതും വേണം കേട്ടോ, മാർക്കും വേണം. പക്ഷേ ഈ പഠിക്കുന്ന മാർക്ക് ജസ്റ്റ് മാർക്ക് വാങ്ങിക്കേണ്ട വേണ്ടിയില്ല, ആ സബ്ജക്റ്റ് അറിഞ്ഞു പഠിക്കണം. അല്ലേ കാര്യമില്ല, എങ്ങും എത്തത്തില്ല. നമ്മൾ ആ ഡിഗ്രി കിട്ടി എന്ന് പറയുന്ന അല്ലാതെ അതിൽ നിന്നൊരു ജോബ്. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരിക. അതാണ് അവിടെ നമ്മളിത് ഇഷ്ടപ്പെട്ടാണോ പഠിച്ചത്, നമ്മളിത് മനസ്സിലാക്കി പഠിച്ചാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഏത് ഫീൽഡ്, അത് സിവിൽ മാത്രമല്ലെന്നേ, ഏത് ഫീൽഡ് എടുത്താലും എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തിയറി പഠിച്ചു അത് അപ്ലൈ ചെയ്യണം. അവിടെയാണ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് ഇരിക്കുന്നത്. നമ്മൾ പേപ്പർ എഴുതിയൊരു ഡിസൈൻ അതാണ് ഭാവിയിൽ ഒരു ബിൽഡിംഗ് ആയിട്ടോ ഒരു സ്ട്രക്ചറായിട്ടോ വരുന്നത്. അപ്പോൾ തിയറി നോളജ് നല്ലപോലെ അറിയണം, കണക്ക് നല്ലപോലെ അറിയണം, അത് പ്രാക്ടിക്കലാക്കാൻ നോളജ് വേണം. അപ്പം നേരത്തെ ചോദിച്ചില്ല ഈ സൈറ്റ് എഞ്ചിനീയറിൻ്റെ കാര്യം, പ്രാക്ടിക്കൽ നോളജ് ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ, നിങ്ങൾ ബിടെക് കഴിഞ്ഞ ആദ്യത്തെ 2 വർഷം നിങ്ങൾ സാലറി നോക്കരുത്, നിങ്ങൾ എന്ത് ചെയ്യുക, സൈറ്റിൽ പോയി പഠിക്കണം, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, പിന്നെ നെഗോഷിയേറ്റ് സാലറി. അപ്പോൾ 8,000 സാലറി കിട്ടുന്നതിലല്ല കാര്യം, അവിടെ നമ്മൾ മാക്സിമം നോളജ് ഗെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സൈറ്റാണ് ഇഷ്ടമെങ്കിൽ. കാരണം എന്താ, സൈറ്റിൽ ഈ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കോൺട്രാക്ടർ ആവാം, നിങ്ങൾക്ക് വർക്ക് എടുത്ത് ചെയ്യാം. നമ്മളെക്കാട്ടി ഭയങ്കര പൈസ ഇവരുണ്ടാക്കുന്നത് കോൺട്രാക്ടർ, ഭയങ്കര പൈസയാണ്. അപ്പോൾ നല്ല ഇതല്ലേ, എന്നാൽ ആദ്യം ഇച്ചിരി സ്ട്രഗിൾ കാണും, അതെല്ലാ ഫീൽഡും അങ്ങനെയല്ല. അതല്ല നിങ്ങൾക്ക് അത് ഇഷ്ടമില്ല, ഞാൻ പറയില്ലേ, ഞാനിപ്പം പറഞ്ഞൊരു ഒരുപാട് വേറെ സാധ്യതകളുണ്ട്. സർവേയിങ്, ഹൈവേ, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ, സ്ട്രക്ചറൽ ഡിസൈൻ, അങ്ങനെ സിവിലിൽ തന്നെ പല മേഖലകളുണ്ട്. അവിടെയാണ് 4th ഇയർ, അതായത് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ബിടെക്കിൽ 3rd ഇയർ 4th ഇയർ ആകുമ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുക്കണം, എന്താണ് എൻ്റെ ഫ്യൂച്ചർ. അപ്പോൾ നിങ്ങൾക്ക് എംടെക് ആണെങ്കിൽ ഗേറ്റ് എന്ന് പറഞ്ഞൊരു എക്സാമാണ്. ഗേറ്റ് അതൊരു ആപ്റ്റിറ്റ്യൂഡ് എക്സാമാണ്. അത് എഴുതിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ കയറിയ NIT-യിലോ IIT-യിലോ ഒക്കെ നമുക്ക് എംടെക്കിൽ പോവാം. അവിടെയാണ് ഈ സ്പെഷ്യലൈസേഷൻ വരുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ സ്പെഷ്യലൈസ്ഡ് ജോബ്സിലോട്ട് റിസൾട്ട് ചെയ്യുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് ഒരു ഡെഡ് ഫീൽഡ് അല്ല എന്ന് മാത്രമല്ല, അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഫീൽഡാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അനുപനോട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ഒരു ഹോട്ടായിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ബ്രാഞ്ച് ഏതാണ്, ഇനി ഉയർന്നു വരാൻ പോകുന്ന ഒരു ബ്രാഞ്ച് ഏതാണ്? അപ്പോൾ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിൽ ഇപ്പോൾ നമ്മൾ പല മേഖലകളെ പറ്റി പറഞ്ഞു. അതിനകത്ത് സ്ട്രക്ചറൽ ഡിസൈൻ വൺ ഓഫ് ദ ഹോട്ടസ്റ്റ് ടോപ്പിക്സ് ആണ്, അല്ലെങ്കിൽ സബ്ജക്ട്സ് ആണ്, സ്കില്ലാണ്. റീസൺ ബീങ് നമുക്ക് ഇന്ത്യയിലും പുറത്തും ഈക്വൽ ചാൻസസ് ഉള്ള ഒരു മേഖലയാണ് സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്ത് പണിയണമെങ്കിലും ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യണം. ഡിസൈൻ ഇൻ ദ സെൻസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഹൈവേ റെയിൽവേ സിസ്റ്റം വരുമ്പോൾ ലോഡ് കാൽക്കുലേഷൻ, എത്ര നിലയുള്ളൊരു ബിൽഡിംഗ് ആണ്, അതിനകത്ത് എത്ര റീഇൻഫോഴ്സ്മെൻറ്റ് വേണം, എത്ര കോൺക്രീറ്റ് വേണം, ഈ ബിൽഡിങ്ങിൻ്റെ ഷേപ്പാണ് ആർക്കിടെക്ട്സ് തീരുമാനിക്കുന്നത്. എന്നാൽ ബിൽഡിങ്ങിൻ്റെ ലോഡ് കാൽക്കുലേഷൻ മൊത്തം സ്ട്രക്ചറൽ ഡിസൈനാണ്. അപ്പോൾ സത്യം പറഞ്ഞൊരു രാജ്യത്തിൻ്റെ ബേസിക് ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വിങ്ങാണ് സ്ട്രക്ചറൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ. അത് പഠിച്ചാലുള്ള 2 ഗുണം, ഇപ്പോൾ ചിലർക്ക് ഈ പുറത്തു പോകാൻ ആഗ്രഹമുണ്ട്, ഒരുപാട് പേരുണ്ടല്ലോ, നാട്ടിൽ തന്നെ ജോലി. അപ്പോൾ സ്ട്രക്ചറൽ ഡിസൈൻ ഇത് 2ഉം പോസിബിളാണ്. നിങ്ങൾക്ക് നാട്ടിൽ തന്നെ വേണം ഒരു സ്ട്രക്ചറൽ ഫേം തുടങ്ങാം, ഡിസൈൻ ഫേം തുടങ്ങാം. എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്ത് ഒരുപാട് കൺട്രീസിൽ സ്ട്രക്ചറൽ ഡിസൈൻ അറിയാവുന്ന, അതായത് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. നമുക്ക് നല്ല പേയ്മെൻറ്റാണ് കേട്ടോ, നല്ല ഹൈലി പെയ്ഡാണ്. ഒൺലി തിങ് നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന കോഡുകളല്ല മറ്റുള്ള രാജ്യങ്ങൾ. ഓരോ രാജ്യങ്ങളും ഇപ്പോൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ UK അല്ലെങ്കിൽ USA, ഓരോ രാജ്യങ്ങൾക്കും ഓരോ ഒരു ഫിക്സഡ് കോഡുകളുണ്ട്. നമ്മുടെ ഇന്ത്യൻ IS കോഡ് പോലെ. യു ഹാവ് ടു ബി ബോതേഡ് അബൌട്ട് ദാറ്റ്. മിഡിൽ ഈസ്റ്റ് അവിടെ വേറെ കോഡുകളാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പഠിച്ച് അവിടെയാണ് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അമീസ് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതായത് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നിങ്ങൾക്ക് നാട്ടിൽ തന്നെയാണോ അതോ ഒരു സ്പെസിഫിക് കൺട്രി ഉണ്ടോ,
അത് നോക്കിയിട്ട് ഇവരെ അതിന് പ്രിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ഒരു നമ്മളിപ്പം പറഞ്ഞല്ലോ തിയറി നോളജ് അല്ല പ്രാക്ടിക്കലും കൂടെ വേണം. അപ്പോൾ അതിന് അലൈൻ ചെയ്ത എന്നുള്ള രീതിയിൽ ഇവർക്ക് ആദ്യം ഒരു തിയറി ക്ലാസ് എടുത്തു കൊടുക്കും, ഒരു 4 to 5 months. എന്നിട്ട് ഒരു ഓഫ്ലൈൻ ഇൻറ്റേൺഷിപ്പ് കൊണ്ട് കൊടുക്കുക. അതായത് ഇത്രയും നാളും പഠിപ്പിച്ച കാര്യത്തിനെ ഇവരെ ഒരു പ്രൊജക്റ്റിൽ നമ്മുടെ കൺസൾട്ടൻസി ഫേംസ് ഉണ്ടല്ലോ അവരെ ആയിട്ട് കൊളാബ് ചെയ്തിട്ട് ഇവരെ പഠിപ്പിച്ച കാര്യം ഒരു റിയൽ പ്രൊജക്റ്റിൽ ഇവരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 6-7 മാസം കഴിയുമ്പോൾ ദേ വിൽ ഗെറ്റ് കംപ്ലീറ്റ് നോളജ്, ബോത്ത് തിയറി പ്ലസ് പ്രാക്ടീസ്. അപ്പോൾ അത് കഴിയുന്നതോടെ ദേ വിൽ ബി റെഡി, ഇൻഡസ്ട്രി റെഡി. അതാണ് കറക്റ്റ് ടേം. ദേ ഷുഡ് ബി പല സ്റ്റുഡൻസ് ഇപ്പോൾ ഇൻഡസ്ട്രി റെഡി അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞു എല്ലാവർക്കും ഗവൺമെൻറ് ജോബ് അല്ലല്ലോ ആഗ്രഹം, പലർക്കും ഈ നല്ലപോലെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയ ജോബ്സ് ആഗ്രഹമുണ്ട്. അവിടെയാണ് ഇൻഡസ്ട്രി റെഡി ആവണം. നമ്മൾ ജസ്റ്റ് ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ പഠിച്ചുകൊണ്ട് യു വിൽ നോട്ട് ബി ഇൻഡസ്ട്രി റെഡി. അപ്പോൾ അതിനുള്ള കോഴ്സസാണ് അമേസിനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് സ്ട്രക്ചറൽ ഡിസൈൻ കോഴ്സുകൾ. അതുപോലെ എസ്റ്റിമേഷൻ വാല്യുവേഷൻ, അത് നല്ലൊരു കോഴ്സാണ്. നമുക്ക് ഓഫീസ് ജോബ്, ഈ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ സൈറ്റിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെയിൽ കൊള്ളണം, അത് ഭയങ്കര വെച്ചാൽ അപ്പോൾ ചിലർക്കൊന്നും അത് കംഫർട്ടബിൾ അല്ല, ചിലർക്ക് ഓഫീസ് ജോബാണ് ഇഷ്ടം. അതിനുള്ള നല്ല ഒരു പോസ്റ്റാണ് എസ്റ്റിമേഷൻ വാല്യുവേഷൻ. പഠിച്ചാൽ ഇതുപോലെ ഓഫീസ് ജോബുകൾ കിട്ടും, അത് ഇന്ത്യയിലും കിട്ടും പുറത്തുള്ള രാജ്യങ്ങൾ. അപ്പോൾ ഇതെല്ലാമാണ് ഹോട്ട് നമ്മുടെ ഈ സിവിൽ എഞ്ചിനീയർ തന്നെ ഏറ്റവും ഇപ്പം നിലവിൽ റെലവൻ്റ് ആയിട്ടുള്ള, അത് ഗവൺമെൻറ് ജോബ്സ് അല്ലാതെ നമ്മൾ റെലവൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. അനൂപ്, ഞാനിതുവരെ സിവിൽ എഞ്ചിനീയറിംഗിന് ഇത്രയും സാധ്യതകൾ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഒരുപാട് പേർക്ക് ഇപ്പം ഗവൺമെൻറ് ജോലികൾ PSC എഴുതുന്നവർക്കും താങ്കൾ പറഞ്ഞ പോയിൻറ്റ്സ് എടുത്ത് അതിലോട്ട് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് വീണ്ടും കുറേ കൂടെ സ്റ്റുഡൻസൊക്കെ ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഓക്കെ, താങ്ക് യു സോ മച്ച്.